ഏറ്റവും വലിയ ഔഷധ ഗുണമാണ് ഈ ഒരു കൊടുത്ത എന്ന് പറയുന്നത്. പോരാത്തിന് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും കാണപ്പെടുന്നതാണ് സ്റ്റോണിൻ്റെ പ്രശ്നം. മൂത്രത്തിൽ കല്ലും ഇൻഫെക്ഷനും കാര്യങ്ങളും യൂറിൻ ഇൻഫെക്ഷനും ഒക്കെ വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ഒരു ഇല നമ്മൾ ഈ കർക്കിടക മാസം എങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും. പെയിനൊക്കെ കുറയും. അതൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ഞാനിത് ബിരിയാണിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അന്ന് ബിരിയാണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ അത് കുറച്ച് എടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായത് കേട്ടോ. നിങ്ങൾക്കിത് വറവാക്കിയിട്ട് മാത്രമല്ല, വെറുതെയും തിളക്കുന്ന വെള്ളത്തിൽ 2-3 ഇല കഴുകിയിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇളം ചൂടുള്ള ഈ ഒരു വെള്ളത്തിനകത്ത് കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ ബെറ്ററാണ്. അപ്പം ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് അയക്കുക. പിന്നെ ഇതുപോലെ ആദ്യം ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു തോരനാണ്. തോരൻ മാത്രമല്ല, അടിപൊളി ഔഷധ ഗുണങ്ങളിലാണ്. തട്ടിക്കഴിഞ്ഞ